125cc എന്ന് പറയുന്നത് ഒരു എൻട്രി ലെവൽ സെഗ്മെന്റ് തന്നെയാണ്. ആ ഒരു സെഗ്മെന്റിലേക്ക് വളരെ ഫൺ ടു ഡ്രൈവ് ആയിട്ടുള്ള വളരെ ഫീച്ചർ പാക്ഡ് ആയിട്ടുള്ള ഒരു വാഹനം ടി വി എസ് അവതരിപ്പിച്ചിരിക്കുകയാണ്. പ്രസന്റിംഗ് ദി ഓൾ ന്യൂ ടി വി എസ് റൈഡർ 125. വെൽക്കം ടു ടർബോ ഡ്രൈവ്. എൻട്രി ലെവൽ സെഗ്മെന്റ് ആയതുകൊണ്ട് തന്നെ വളരെ കോമ്പറ്റീഷൻ ഉള്ള ഒരു സെഗ്മെന്റ് കൂടിയാണ് ഈ ഒരു 125cc എന്ന് പറയുന്നത്. ആ ഒരു 120cc സെഗ്മെന്റിലെ കോമ്പറ്റീഷൻ കുറച്ചുകൂടി ഒരു ടൈറ്റ് ആക്കാനാണ് ഈ ഒരു ടി വി എസ് റൈഡർ കൊണ്ടുവന്നിരിക്കുന്നത് മാത്രമല്ല, ഇതിൽ കൊണ്ടുവന്നിരിക്കുന്ന ഫീച്ചേഴ്സും കണക്ടിവിറ്റി ടെക് എലമെൻസും എല്ലാം അത്രയധികം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. ആൻഡ് ഇതിലെ വേറൊരു കാര്യം, ടി വി എസിന് നമുക്കറിയാം റേസിംഗ് എന്ന് പറയുന്ന ഒരു എൻ്റയർ ഡിവിഷൻ തന്നെയാണ്. ആ റേസിംഗിൻ്റെ എലമെൻസ് എല്ലാം നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഡിസൈൻ എലമെൻറ്റ്സ് ആയിക്കോട്ടെ, ഇതിൻ്റെ റൈഡിംഗ് പൊസിഷൻ ആയിക്കോട്ടെ, ഇതിൻ്റെ മറ്റ് പോസ്റ്റേഴ്സ് ആയിക്കോട്ടെ, എല്ലാം നമുക്കൊരു റേസിംഗ് DNA ഈ ഒരു വാഹനത്തിൽ എവിടെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ലുക്ക് നോക്കുകയാണെങ്കിൽ വളരെ അപ്പീലിംഗ് ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. എസ്പെഷ്യലി ഈ ഒരു യെല്ലോ കളർ പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എൻഡോർക്കിൽ സൂപ്പർ സ്ക്വാഡ് എഡിഷൻ എന്ന് പറഞ്ഞുള്ള എഡിഷൻസ് ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സൂപ്പർ സ്ക്വാഡ് എഡിഷൻ ഈ ഒരു റൈഡറിലും ടി വി എസ് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് നമുക്കിതിൽ മറ്റ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഒക്കെ ലഭിക്കുന്നുണ്ട്. സ്പ്ലിറ്റ് സീറ്റായിട്ടും സിംഗിൾ സീറ്റായിട്ടും ഒക്കെ ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഈ ഒരു റൈഡറിൽ ടി വി എസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, റേസ് പെക്കായിട്ടുള്ള പല കാര്യങ്ങളും ഒരു കോമൺ മാൻ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു റൈഡർ കൂടി സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ ആ ഒരു ഹെഡ്ലാമ്പിന് കൊടുത്തിരിക്കുന്ന DRL ആണെങ്കിലും ഒരു വിക്കറ്റ് എലമെന്റ് ആണ്. ടി വി എസ് ഇതിനെ വിളിക്കുന്നത് വിക്കറ്റ് എലമെന്റ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ആൻഡ് യെല്ലോ പാറ്റേണിലുള്ള ഈ ഒരു കളർ ഡിസൈൻ ആണെങ്കിലും ടൗണിൽ കൂടെ ഒക്കെ കൊണ്ടുവന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു അട്രാക്ഷൻ ഐ ക്യാച്ച് ചെയ്യുന്ന ഒരു ഡിസൈൻ എലമെന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി യൂട്ടിലിറ്റേറിയൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ലൊരു യൂട്ടിലിറ്റി ഏരിയയും നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. അതെന്താണെന്നല്ലേ, ഈ ഒരു സെക്കൻഡ് റോയിലെ സീറ്റിനടിയിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം 2 മൊബൈലും മറ്റ് ചെറിയ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റോറേജ് സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഡിസ്കും ബാക്ക് ഡ്രമ്മുമാണ് വരുന്നത്. ബാക്കിലൂടെ ഡിസ്ക് ബ്രേക്ക് കൊടുത്തിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നി. പക്ഷേ ഇതിൻ്റെ ഒരു പ്രൈസ് പോയിന്റും ഇതിൻ്റെ ആ ഒരു കോസ്റ്റ് എഫക്റ്റും നോക്കുമ്പോൾ ചിലപ്പോൾ അത് വയബിൾ ആയിരിക്കത്തില്ല. അതുകൊണ്ടായിരിക്കും ടി വി എസ് അത് കൊടുക്കാഞ്ഞത്. ആൻഡ് വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് നോട്ടും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. 2 ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്, ഇക്കോയും പവറും. സോ ഇക്കോയിലും പവറിലും 2 വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സോസ്റ്റ് നോട്ടും ഈ ഒരു സെഗ്മെന്റിലേക്കും ഈ ഒരു പ്രൈസ് നോക്കുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. 2 മോഡുണ്ട്, എക്കോയും പവറും. 2 മോഡിലും എക്സോസ്റ്റ് നോട്ടിന് ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. സോ ഇതിപ്പോൾ എക്കോ മോഡിലാണ്. സോ ഇനി പവർ മോഡിലേക്ക് മാറ്റുകയാണ്. വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് നോട്ടാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. കൂടാതെ സൈലൻറ്റ് സ്റ്റാർട്ട് പോലുള്ള ഫംഗ്ഷൻസും ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. അതിനൊരു 125cc എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 11 HP പവറും 11 Nm ടോർക്കുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എയർ ആൻഡ് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു എഞ്ചിൻ്റെ ഈ ഒരു അടിഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു ക്ലാഡിംഗ് ഒക്കെ ആണെങ്കിലും ഞാൻ മുമ്പ് സൂചിപ്പിച്ച ആ ഒരു റേസിംഗ് എലമെൻസിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുതന്നെയാണ് ഈ ഒരു ടാങ്കിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു ബൾജ് ചെയ്തിട്ടുള്ള ആ ഒരു ഡിസൈൻ പാറ്റേൺ ഒക്കെ തന്നെ കുറച്ചുകൂടി സ്റ്റൈലിഷ് ആക്കാനായിട്ടും കുറച്ചുകൂടി അഗ്രസീവ് ആക്കാനായിട്ടും ഈ ഒരു ഡിസൈൻ എലമെൻസും ഈ ഒരു എക്സ്ട്രാ ക്ലാഡിങ്സ് ഒക്കെ ഈ ഒരു വാഹനത്തിന് കുറച്ചുകൂടി സഹായിക്കുന്നുണ്ട്. ഈ ഒരു വാഹനം എന്ന് പറയുന്നത് വളരെ നമുക്ക് ഹാൻഡി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. 123 കിലോ ആണ് വാഹനത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇത്രയധികം എലമെൻസും കാര്യങ്ങളും കൊടുത്തിട്ട് പോലും വെയിറ്റ് കുറയ്ക്കാനായിട്ട് ടി വി എസിന് സഹായിച്ചിട്ടുണ്ട്. അതും നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ട്രാഫിക്കിലൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഈ ഒരു വാഹനം കൊണ്ട് പോകാനായിട്ട് സാധിക്കും. ആൻഡ് ടെക്നോളജി നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ചാർജിങ് പോർട്സ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മൊബൈലും കാര്യങ്ങളൊക്കെ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ 99 പരം കണക്റ്റഡ് ടെക്നോളജി ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ലഭിക്കുന്നുണ്ട്. കോൾ അലേർട്ടും നാവിഗേഷനും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ അറിയാനായിട്ട് സാധിക്കും. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ടി വി എസ് റൈഡറിന് സാധിച്ചിട്ടുണ്ട്. സൈഡ് മിറേഴ്സ് വളരെ വലിപ്പമുള്ള ഒരു സൈഡ് മിറേഴ്സാണ്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ കൊടുത്തിട്ടുള്ള ഒരു സൈഡ് മിറേഴ്സ് തന്നെയാണ്. ആൻഡ് നമുക്കിതിൽ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് പോലുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. സിറ്റിയിൽ ട്രാഫിക്കിൽ നമ്മൾ ഐഡിയലായിട്ട് നിൽക്കുകയാണെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ആകും. പിന്നെ നമ്മൾ ത്രോട്ടിലൊന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് വണ്ടി സ്റ്റാർട്ട് ആകുന്നത്. സോ നമ്മളിത് കാറുകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഫീച്ചറാണ്. സോ അത്രയധികം ഫീച്ചേഴ്സാണ് ഈ ഒരു റൈഡറിലേക്ക് ടി വി എസ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, വളരെയധികം ടെക്നോളജി പരമായിട്ടും ഫീച്ചേഴ്സ് പരമായിട്ടും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണ്. ആൻഡ് ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റി നോക്കുകയാണെങ്കിൽ 60 കിലോമീറ്ററിന് മുകളിൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. അപ്പോൾ തന്നെ ഡെയിലി ലൈഫിൽ അത്രയധികം പ്രാക്ടിക്കാലിറ്റിയും ആപ്ലിക്കബിലിറ്റിയും ഉള്ള ഒരു വാഹനം കൂടിയാണ്.
രണ്ടുപേർക്ക് വളരെ കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് പൊസിഷനും ഒരു കംഫർട്ടുമാണ് ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നത്. സസ്പെൻഷൻ ആണെങ്കിലും വളരെ നന്നായിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന സസ്പെൻഷനാണ്. നല്ല രീതിയിൽ കംഫർട്ട് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ക്രൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സസ്പെൻഷൻ തന്നെയാണ്. ഇനിയിപ്പോൾ സീറ്റിംഗ് പൊസിഷനിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ടുപേർക്ക് സ്പ്ലിറ്റ് ആയിട്ടുള്ള സീറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്ക് വളരെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന സീറ്റുകളൊക്കെ തന്നെയാണ്. റൈഡിംഗ് പൊസിഷൻ ആണെങ്കിലും വളരെ ബെറ്ററാണ്. 5 സ്പീഡ് ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു വാഹനം വളരെ വെയിറ്റ്ലെസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ അനായാസം കൊണ്ടു നടക്കാൻ സാധിക്കും. വലിയൊരു ഹെവി വാഹനം കൊണ്ടു നടക്കുന്ന ഒരു ഫീലൊന്നും നമുക്ക് ഈ ഒരു വാഹനം സിറ്റിയിലാണെങ്കിലും കൊണ്ടു നടക്കുന്ന സമയത്ത് ഇല്ല. കംഫർട്ട് നോക്കുകയാണെങ്കിൽ, സസ്പെൻഷൻ നോക്കുകയാണെങ്കിലും വളരെ മികച്ച രീതിയിൽ കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഈ ഒരു റൈഡർ എന്ന് പറയുന്നത്. പിൻഭാഗത്ത് മോണോഷോക്ക് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ TVS ക്ലെയിം ചെയ്യുന്നതും പ്രായഭേദമന്യേ ഏതൊരാൾക്കും ഈ ഒരു പിൻഭാഗത്ത് യാത്ര ചെയ്യാം എന്നും കൂടിയാണ്. അത്യാവശ്യം ഫ്ലാറ്റ് ഫുട്ടായിട്ട് നമുക്ക് ഇതിനകത്ത് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് എൻ്റെ സീറ്റിംഗ് പൊസിഷൻ വരുന്നത്. ഇനിയിപ്പം ഗിയർ ലിവറിലേക്കുള്ളതോ ബ്രേക്ക് പെഡലിലേക്കുള്ളതൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല പൊസിഷൻ, നല്ല റൈഡിങ് പൊസിഷൻ തന്നെയാണ്. ഈ ഒരു ഭാഗത്താണ് ടാങ്കിൻ്റെ ആ ഒരു കർവ് ഒക്കെ വരുന്നത്. എങ്കിലും അത്യാവശ്യം നല്ല ഒരു ലെഗ് സ്പേസ് ഇതിൻ്റെ ഈ ഒരു കർവിൻ്റെ ഇടയ്ക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ കുറച്ചുകൂടി വാഹനത്തിനെ ഹഗ് ചെയ്തിരുന്ന് ഓടിക്കാൻ പറ്റുന്ന രീതിയിലോട്ടുള്ള ഒരു റൈഡിങ് പൊസിഷനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു വാഹനത്തിൻ്റെ വില ആരംഭിക്കുന്നത് 95,000 രൂപ മുതലാണ്. 1.10 വരെ ഈ ഒരു വാഹനത്തിൻ്റെ വേരിയൻസിൻ്റെ അനുസരിച്ച് വില വ്യത്യാസം വരുന്നുണ്ട്. സോ ആ ഒരു പ്രൈസ് നോക്കുകയാണെങ്കിൽ ഒരു എൻട്രി ലെവൽ വാഹനം നോക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് റൈഡർ എന്ന് പറയുന്നത്. മൈലേജ് നോക്കുകയാണെങ്കിൽ 50-ന് മുകളിൽ മൈലേജ് കിട്ടുന്നുണ്ട്. സോ A to B എന്നുള്ള ഒരു സിറ്റി കമ്മ്യൂട്ടിന് ആപ്റ്റായിട്ടുള്ളൊരു വാഹനമാണ്. ഫസ്റ്റ് ബയേഴ്സിനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ബൈക്കിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വാഹനം ഒന്ന് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ബിക്കോസ് അത്രയധികം ടെക്നോളജി ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾ കൊടുക്കുന്ന മണിക്ക് വർത്തായിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡറി ഓപ്ഷൻ നിങ്ങൾ നോക്കുന്നതെങ്കിൽ സിറ്റി കമ്മ്യൂട്ടിനും നിങ്ങളുടെ ഓഫീസ് പർപ്പസിനും ഒക്കെയാണ് നോക്കുന്നതെങ്കിലും ഈ ഒരു വാഹനം കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. സോ അത്രയധികം ഫീച്ചേഴ്സ് റിച്ച് ആയിട്ടും മൈലേജ് ഓറിയൻറ്റഡ് ആയിട്ടും കംഫർട്ട് ഓറിയൻറ്റഡ് ആയിട്ടും വെയിറ്റ് ലെസ് ആയിട്ടും ഡെയിലി ലൈഫിൽ യാതൊരു ഹസിലും ഇല്ലാതെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈനും കാര്യങ്ങളും വരുന്നത്. ഇനിയിപ്പോൾ വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ സിംഗിൾ സീറ്റ് ഉണ്ട്, സ്പ്ലിറ്റ് സീറ്റ് ഉണ്ട്, സൂപ്പർ സ്ക്വയർ എഡിഷൻ ഉണ്ട്, അതുപോലെ തന്നെ സ്മാർട്ട് കണക്ട് എന്നുള്ള വേരിയൻറ്റ് ഓപ്ഷനിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ നിരവധി കളർ ഓപ്ഷനുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. സൂപ്പർ സ്ക്വയർ എഡിഷൻ നമ്മൾ എൻഡോർക്കിലൊക്കെ കണ്ടതാണ്. ആ ഒരു സൂപ്പർ സ്ക്വയർ എഡിഷൻ ഈ ഒരു റൈഡറിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ഡിഫറൻറ്റ് വേരിയൻറ്റ് ഓപ്ഷൻസ് അതുപോലെ തന്നെ കളർ ഓപ്ഷൻസിലും അവൈലബിൾ ആകുന്ന ഈ ഒരു വാഹനം റൈഡ് ചെയ്യാൻ അത്യാവശ്യം ബെറ്റർ കംഫർട്ട് തരുന്ന, നല്ല സസ്പെൻഷൻ തരുന്ന. സോ നിങ്ങൾക്ക് ഈ ഒരു വാഹനം നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങളുടെ റിക്വയർമെൻറ്റും മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക. അത്രയധികം ബെറ്റർ ഒരു വാഹനമാണ് ഈ ഒരു സെഗ്മെൻറ്റിലെ ഈ TVS റൈഡർ എന്ന് പറയുന്നത്. സോ മറ്റൊരു ദിവസം മറ്റൊരു വാഹനം കൊണ്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.